அண்ணா ஒரு பெல்ட் வேடிக்கண்ணா ப்ளீஸ்ண்ணா. இந்த பெல்ட் வேடிச்சு கொஞ்சம் ஹெல்ப் பண்ணுங்கண்ணா, பசிக்குதுண்ணா. அண்ணா ப்ளீஸ்ண்ணா. அண்ணா ഒരു ബെൽറ്റ് മേടിക്കണ. ഏയ് ബെൽറ്റും കിട്ടൊന്നും വേണ്ട. ആദ്യം ഈ ബെൽറ്റ് വെച്ച് എന്തെങ്കിലുമൊക്കെ എന്റർടൈൻ ചെയ്ത് കാണിക്കും, എന്നിട്ട് ആലോചിക്കാം ബെൽറ്റ് മേടിക്കണോ. ഓക്കേண்ணா பண்ணிடலாண்ணா. மூஞ்ச கைவி நாளாச்சி ஆட போன மங்காத்தா தொத்தின் வருது எங்காத்தா ഇവിടെ അമൃത ടിവിയുടെ പല സ്റ്റേജുകളിലും തകർത്താടിയ ഒരാളാണ്, ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. ഇന്നും ഡാൻസ് എന്ന് കേൾക്കുമ്പോൾ, അനീഷ് റഹ്മാൻ എന്ന് കേൾക്കുമ്പോൾ ഡാൻസ് എന്ന് മനസ്സിലേക്ക് ഓടിയെത്തും. അങ്ങനെ ഒരു പെർഫോമറാണ്, ഇപ്പോൾ ഒരു ആക്ടറുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷിനെ കാണുമ്പോൾ തന്നെ ആ ഓർമ്മകൾ തിരിച്ചു വരികയാണ്. സൂപ്പർ ഡാൻസർ അനീഷ്. മാസ്റ്റർ ഭരത് കനി, സൂപ്പർ ഡാൻസറിൽ ഏറ്റവും അധികം ഫാൻസ് ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. അതിനുശേഷം ലെറ്റ്സ് ഡാൻസ് വന്നപ്പോൾ അതിൽ സ്റ്റാറായത് ശരിക്കും അനീഷല്ല, അനീഷിൻ്റെ അനിയനാണ്, അജേഷ് റഹ്മാൻ. അപ്പോൾ ഇന്നും യൂട്യൂബിൽ നമ്മൾ അനീഷ് റഹ്മാൻ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നത് അനീഷ് റഹ്മാൻ ആൻഡ് അജേഷ് റഹ്മാൻ ചേർന്നിട്ടുള്ള ഒരു പെർഫോമൻസാണ്, റഹ്മാൻ ആൻഡ് റഹ്മാൻ. ബട്ട് നമുക്ക് നേരത്തെ നഷ്ടമായി പോയ ഒരു കലാകാരനാണ് അജേഷ് റഹ്മാൻ. ഇറ്റ് വാസ് എ ബിഗ് ഷോക്ക്. നമ്മളോടൊപ്പം ഇല്ല. ഇവിടെയുള്ള എല്ലാ ഡാൻസേഴ്സ്, കലാ ലോകത്തുള്ള എല്ലാവർക്കും അതൊരു വലിയൊരു വിഷമം നിറഞ്ഞ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു അജേഷ് റഹ്മാൻ നമ്മളെ വിട്ടുപോയപ്പോൾ. ആൻഡ് അനീഷിൻ്റെ അനുവാദത്തോടെ ആ ഓർമ്മകൾ ഒന്നും കൂടി നമുക്ക് കാണണമെന്നുണ്ട്. അജേഷ് എന്ന് പറഞ്ഞൊരു ഗംഭീരമായിട്ടുള്ള, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഡാൻസർ, വെരി ടാലൻറ്റഡ്. ആൻഡ് ലെറ്റ്സ് ഡാൻസ് എന്ന് പറഞ്ഞ അമൃത ടി വിയുടെ ഷോയുടെ ടൈറ്റിൽ വിന്നർ കൂടിയായി മാറി അജേഷ് റഹ്മാൻ എന്ന് പറഞ്ഞ ആ കലാകാരൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും,
വീണ്ടും അജേഷ് റഹ്മാൻ്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോകാം. Ajesh Rahman and Chippy with their team. Yeah. കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമേ കവിതയുമായി നിന്റെ ചൊടിയിൽ വിരിയും അലരിനാടികൾ മകനുകരും. പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അറിയാം, ഓർമ്മകൾ വരുമ്പോൾ തന്നെ. കുറെ കരഞ്ഞതാണ്. എത്രയൊക്കെ കരയേണ്ടതെന്ന് വിചാരിച്ചാൽ എൻ്റെ ബാക്ക് ബോൺ ആയിരുന്നു ആൾ. സൂപ്പർ ഡാൻസർ മുതൽ എൻ്റെ എല്ലാ ഒരു ഡാൻസ് ജേണിയിലും ശരിക്കും ഒരു എൻ്റെ ക്രിട്ടിക്കായിരുന്നു ആളെ സപ്പോർട്ട്. അജീഷിനെ ഡാൻസ് ലോകത്തെ കൊണ്ടുവന്നത് ചേട്ടനല്ലേ? ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. എപ്പോഴും അനീഷിനെ ഒരു ഐഡലൈസ് ചെയ്ത് അനീഷിൻ്റെ പാത പിന്തുടർന്ന് പോകാൻ ആഗ്രഹിച്ച ഒരു ഡാൻസർ. അത് അജേഷ് മരിച്ച് ഈ മെയ് 19 ശരിക്കും 6 വർഷം ആവണം. 6 years. ചോദിക്കാൻ പാടില്ല, എന്നാലും എങ്ങനെയാണ് അത്? ക്യാൻസർ ആണല്ലേ? ഓക്കെ. ജോൺ അജേഷിൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അജേഷിൻ്റെ കൂടെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. എന്താണ് ഓർമ്മ? വീഡിയോ കണ്ടപ്പോൾ ഇപ്പം ലെറ്റ്സ് ഡാൻസിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ഞാൻ അനീഷിൻ്റെ കൂടെ മത്സരിച്ചിട്ടുണ്ട്. സൂപ്പർ ഡാൻസർ എന്ന് പറയുന്ന അതിന് വന്നു. അത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ ഔട്ടായി പോയ ഒരാളാണ്. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു റിയാലിറ്റി ഷോയ്ക്ക് ശേഷം വാശിയോടുകൂടി ശരിക്കും ടൈറ്റിൽ വിൻ ചെയ്യണമെന്നുള്ളൊരു വാശിയോടുകൂടി മത്സരിച്ച ഒരു ഇവൻ്റായിരുന്നു ലെറ്റ്സ് ഡാൻസിലാണ്. പക്ഷെ അതിൽ ഫസ്റ്റ് കിട്ടിയത് അജീഷ് റഹ്മാനും സെക്കൻഡ് എനിക്കായിരുന്നു. അന്ന് എനിക്ക് ആ സമയത്ത് നമ്മുടെ ഒരു വാശിയുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് അവനെ ബീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അവൻ നമ്മൾ വിട്ട് പോയപ്പം ഞാൻ മനസ്സിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. അവൻ വിൻ ചെയ്തിട്ടാണ്, അവനൊരു സിഗ്നേച്ചർ ഇട്ടിട്ടാണ് പോയത്. അജീഷ് റഹ്മാൻ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയില്ല. ഈവൻ എല്ലാവരും ഒരുപാട് ട്രിക്സും ഒരുപാട് സ്റ്റൺസ് എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അനീഷും അജീഷും കെട്ടിപ്പിടിച്ചിട്ട് ഒരുമിച്ച് ഒരു കാർട്ട് വീൽ ചെയ്യുന്നതാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. ഓർമ്മയുണ്ടോ അത്? ഇവർ രണ്ടുപേരും. കാരണം ഒരു ബ്രദർ എങ്ങനെ ആയിരിക്കണം സ്നേഹിക്കേണ്ട, അതായത് സ്വന്തം ബ്രദറിനെ. അവനാണ് അനീഷിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത്, അവനാണ് എൻ്റെ ഏട്ടനാണെന്ന് പറയുന്ന ഒരു സ്നേഹം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അത്രയും സിൻസിയറായിട്ട് അത്രയും ഡാൻസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവർ രണ്ടുപേരും ഒരേപോലെ, അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെയാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത്. இல்லை எனக்கும் அறியாம். இவர் 2 பேரும் சென்னையில் ஒரு ரியாலிட்டி ஷோவில் 2 பேரும் അവിടെ ഇവർ 2 പേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും പേടിക്കും. ഇവർ 2 പേർ വന്ന് ആ സ്റ്റേജിൽ ഒന്നുപോലെ ചെയ്യും, ബോഡി ഫിറ്റിലെന്ന് എല്ലാവരും ചെയ്യും. വി റിയലി മിസ്സിങ് ഹിം അനീഷ്. അവർ നമ്മൾ ഒരു ഡാൻസിൻ്റെ എല്ലാവരും ഡെഫിനറ്റായിട്ട് മിസ് ചെയ്യും. ആറ്റ്സ് ഓഫ് ടു അജേഷ് ഇന്നും അനീഷിലൂടെ ജീവിക്കുന്നു, ചേട്ടനിലൂടെ ജീവിക്കുന്നു. അപ്പോൾ അജീഷിൻ്റെ ആ നിഷ്കളങ്കതയും ആ ഒരു കഴിവുമെല്ലാം ഇവിടെ ഓർമ്മിക്കും. അതിൻ്റെ ഏറ്റവും ഒരു കാര്യം കൂടെ, ഇപ്പോഴും അനീഷ് ഇടയ്ക്ക് അവൻ്റെ ഫോൺ എടുക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ അജീഷാണ്. അവൻ എത്രത്തോളം ഇമോഷണൽ ആവുമെന്ന് എനിക്കറിയാം. ആക്ച്വലി എനിക്ക് അനീഷിനെക്കാട്ടി മുമ്പേ പരിചയം അജീഷിനെയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത്. നമ്മൾ രണ്ടുപേരും ഒരു റിയാലിറ്റി ഷോയിൽ കൂടെ വന്നേ. സോ ഐ വാസ് റിയലി ക്ലോസ് ടു ഹിം ദാറ്റ് ടൈം. അതുകൊണ്ട് കുറച്ച് ഇമോഷണലായി.